ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 37 ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. രാഹുലിനൊപ്പമാണ് താൻ പോകുന്നതെന്ന് അവൾ തന്നെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. പക്ഷേ നാട്ടിലില്ലാത്ത രാഹുൽ എങ്ങനെയാണ് നോവയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? അതോ അവൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ അങ്ങനെയൊരു നുണ ഡയറിയിൽ കുറിച്ചത്? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ നടുവിലാണ് നമ്മളിപ്പോൾ. അലോക് ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി. അദ്ദേഹം അല്പനേരം ആലോചിച്ച് നിന്ന ശേഷം തുടർന്നു. ഈ കേസ് ഒന്നാകെ ദുരൂഹമാണ്. കുഞ്ഞിൻ്റെ മരണകാരണമായി പറയപ്പെടുന്ന ഇഞ്ചക്ഷനുകൾ പോലും അസാധാരണമാണ്. അതിനാൽ സമാനമായ കേസുകൾ നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവോ സമാനമായ കേസുകളോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പങ്കുവയ്ക്കാം. അലോക് പറഞ്ഞത് കേട്ട് എല്ലാവരും നിശബ്ദരായി. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഒരാൾ ആ സംശയം പുറത്തേക്കെറിഞ്ഞു. സർ, നോവയുടെ മരണം ആ ഇഞ്ചക്ഷൻ മൂലമാണെന്ന് ഉറപ്പായാൽ ഇവിടെ ഒരു പ്രൊഫഷണൽ കില്ലറുടെ സാന്നിധ്യം നമുക്ക് സംശയിച്ചുകൂടെ? ഈ രീതിയിലുള്ള ഇഞ്ചക്ഷൻ നമ്മുടെ നാട്ടിൽ അനുവദനീയമല്ല. കൂടാതെ അത്തരമൊരു ഇഞ്ചക്ഷൻ എടുത്താൽ മരണം സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ നോവയ്ക്ക് മെഡിക്കൽ പശ്ചാത്തലവുമില്ല. പിന്നെങ്ങനെയാണ്? യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ആർക്കെങ്കിലും വ്യക്തതയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അലോക് ഗൗരവത്തോടെ എല്ലാവരെയും നോക്കി. പണ്ട് കാലത്ത് വധശിക്ഷ നടപ്പിലാക്കാൻ ഉപയോഗിച്ചിരുന്ന ഇഞ്ചക്ഷൻ രീതിയാണ് ലത്താൽ. ദയാവധം നിയമവിധേയമായ രാജ്യങ്ങളിൽ മാത്രം അനുവദനീയമായ ഒന്ന്. വൈദ്യശാസ്ത്രം കൈവിട്ട, ഒരിക്കലും മോചനമില്ലാത്ത മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന അന്ത്യയാത്ര. അതിനുപോലും കുറേയേറെ തടസ്സങ്ങളുണ്ട്. രോഗി അങ്ങേയറ്റം മരിക്കാൻ ആഗ്രഹിക്കുകയും ആ മരണത്തെ അംഗീകരിക്കാൻ കുടുംബാംഗങ്ങൾ തയ്യാറാവുകയും ചെയ്താൽ ഗവൺമെൻറ് തലത്തിൽ നിന്ന് അതിശക്തമായ നിയമ നടപടികൾ പൂർത്തിയാക്കി അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ. പക്ഷെ നോവയുടെ കാര്യത്തിൽ... അലോക് ഒരു നിമിഷം നിശബ്ദനായി. മുറിയിലെ അന്തരീക്ഷം വല്ലാതെ മുറുക്കി. ഇവിടെ ആര്, എങ്ങനെ, എന്തിനാ കുഞ്ഞിലേക്ക് ആ ഇഞ്ചക്ഷൻ അപ്ലൈ ചെയ്തു? സാഹചര്യ തെളിവുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. നോവയുടെ മരണം തീർച്ചയായും ആരോ ആസൂത്രിതമായി ചെയ്തൊരു കൊലപാതകം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ശബ്ദം താഴ്ത്തി, എന്നാൽ അതീവ ഗൗരവത്തോടെ പറയാൻ തുടങ്ങി. പക്ഷേ നോവ, അവൾ ഈ മരണം സ്വയം വിളിച്ചു വരുത്തിയതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാ മുഖങ്ങളിലും എന്തെന്നില്ലാത്ത ഞെട്ടൽ നിറഞ്ഞു. ഞാൻ പറഞ്ഞത് വെറുമൊരു സംശയം മാത്രമാണ്. അതിനൊരു കാരണവുമുണ്ട്. പറഞ്ഞു നിർത്തി അദ്ദേഹം ചുറ്റും നോക്കി. എല്ലാ മുഖങ്ങളിലും ആ കാരണം തിരയുന്ന ഭാവം. അത് വായിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം തുടർന്നു. രാഹുലിൻ്റെ കൂടെ പോകുന്നുവെന്ന് ഡയറിയിൽ എഴുതി വെച്ചിട്ടും നോവ മറ്റാരുടെയോ ഒപ്പമാണ് പുറത്തേക്ക് പോയത്. യാതൊരു എതിർപ്പും കൂടാതെ ആ കുട്ടി അയാളോടൊപ്പം പോകണമെങ്കിൽ അയാൾ നോവയ്ക്ക് വളരെ പരിചിതനായ ഒരാൾ തന്നെയാണ്. അലോക് ഒന്ന് നിർത്തി. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റാംസാറിനെ കൂടുതൽ ശല്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും അത്യാവശ്യമായ ചില വിവരങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നോവ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഹാപ്പിയായി, മറ്റുള്ളവരെയും ഹാപ്പിയാക്കി നടന്ന ആ കുഞ്ഞ്. അത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചേരാത്ത ഭാവം. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ കടുപ്പമുള്ള മനസ്സിനും തളർച്ചയുണ്ടാകാം. നോവ അത്രമേൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. സർ, റാംസാറിന് ശത്രുക്കൾ ഒരുപാടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ നോവയ്ക്ക് എപ്പോഴും സെക്യൂരിറ്റി നൽകിയിരുന്നത്. അവരിൽ ആരെങ്കിലും ആയിരിക്കുമോ? ഉദ്യോഗസ്ഥരിൽ ഒരാൾ സംശയം ഉന്നയിച്ചു. അലോക് ഗൗരവത്തോടെ തലയാട്ടി. തീർച്ചയായും ആ വഴിക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ നോവയ്ക്ക് പരിചയമുള്ള, അവൾക്ക് വിശ്വാസമുള്ള ആ വ്യക്തി ആരാണയാൾ? അയാൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ തന്നെ ആണെങ്കിൽ തീർച്ചയായും അയാളെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും അതിനൊരു ഉത്തരം കണ്ടെത്താതെ ഈ കേസ് മുന്നോട്ട് പോകില്ല. അദ്ദേഹം അല്പം നിരാശയോടെ തുടർന്നു. രാഹുലിനോട് ഉടൻ തന്നെ നാട്ടിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവൻ എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ എന്ന് നമുക്ക് ചോദിച്ചറിയണം. എന്തായാലും എൻ്റെ ചോദ്യത്തിന് ഇനിയും ആരും ഉത്തരം തന്നില്ലല്ലോ. സമാനമായ ഏതെങ്കിലും കേസുകൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഈ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാം. അലോക് വാചകം പൂർത്തിയാക്കുന്നതിന് മുൻപേ സദസ്സിൽ നിന്നും ഒരു ശബ്ദമുയർന്നു. സർ, ക്യാൻ ഐ ടോക്ക്? മുറിയിലെ എല്ലാവരുടെയും കണ്ണുകൾ ആ വ്യക്തിയിലേക്ക് നീണ്ടു. CI റോബിൻ.
അലോക് കണ്ണുകൾ ചുരുക്കി റോബിനെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു. യെസ് പ്ലീസ്. തന്നേക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിൽക്കുമ്പോൾ റോബിൻ്റെ സ്വരത്തിൽ അല്പം ശങ്കയുണ്ടായിരുന്നു. സർ, ഇതുപോലെയുള്ള 1-2 കേസുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും വളരെ അടുത്ത കാലത്ത് നടന്നവ. നോവയുടെ കേസുമായി ഇതിനെ കണക്ട് ചെയ്യാമോ എന്നെനിക്കറിയില്ല. പക്ഷേ കുഞ്ഞിൻ്റെ മരണവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെച്ച് പരിശോധിക്കുമ്പോൾ വലിയൊരു ബന്ധം എനിക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അലോക് ഒരു പിടിവള്ളി കിട്ടിയതുപോലെ റോബിൻ്റെ വാക്കുകൾക്കായി കാതോർത്തു. പറയൂ റോബിൻ, എന്താണെങ്കിലും മടിക്കാതെ പറയൂ. കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്യാം. തുടർന്ന് റോബിൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ഞെട്ടിച്ചു കളഞ്ഞു. ആ 3 കേസുകളും ഒരേ ബിന്ദുവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എല്ലാ കേസുകളിലും പ്രതിയെന്ന് സംശയിക്കാവുന്ന ഒരാളുണ്ട്. പക്ഷേ അയാൾക്ക് നേരെ നിയമം തിരിക്കാൻ ഒരു തെളിവുമില്ല. കുഞ്ഞുങ്ങളുടെ മരണരീതിയിലുള്ള സമാനതകൾ എല്ലാവരെയും തളർത്തി. മരിച്ചവരെല്ലാം 18 വയസ്സ് തികയാത്തവർ. എല്ലാ കേസുകളിലും മരണത്തിന് തൊട്ടു മുൻപ് ആ കുട്ടികൾ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. മരണകാരണവും രീതിയും എല്ലാം ഏകദേശം സമാനം തന്നെ. എല്ലാ കേസുകളും അന്വേഷണത്തിൻ്റെ വഴിയിൽ എവിടെയോ സ്തംഭിച്ചു നിൽക്കുന്നു. ഒന്നിനും ഒരു തുമ്പുമില്ലാത്ത അവസ്ഥ. റോബിൻ, ഇത്രയേറെ കോംപ്ലിക്കേറ്റഡായ കേസുകൾ കൈകാര്യം ചെയ്തിട്ടും പിന്നെ എന്തുകൊണ്ട് ഈ വിവരങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല? അലോക് അല്പം ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. റോബിൻ അല്പം പരിങ്ങി. സർ, ഒരാഴ്ച മുമ്പ് ആഭ്യന്തരമന്ത്രിയുമായി ഞാനും റാംസാറും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കേസിനെപ്പറ്റി വിശദമായി തന്നെ അവിടെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞതുമില്ല. അലോക് നെറ്റി ചുളിച്ചു. സർ, അന്നു മുതൽ അദ്ദേഹം ലീവിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരുപക്ഷെ മോളെ നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ ഓർമ്മ കിട്ടാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് പറയാൻ വിട്ടുപോയത്. മാധ്യമങ്ങൾ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകുന്ന കേസുകളാണിവ. അതുകൊണ്ട് ആരും അറിയാതെ അന്വേഷണം തുടരാൻ പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും എവിടെയും എത്തുന്നില്ല. റോബിൻ തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി. അലോക് ആഴത്തിലൊന്ന് ശ്വസിച്ചു. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ റോബിൻ അർജൻറ്റായി ഒരു കാര്യം ചെയ്യണം. സമാനമായ കേസുകൾ കൈകാര്യം ചെയ്ത എല്ലാ പോലീസ് ഓഫീസേഴ്സിനെയും ഇന്ന് ഉച്ച കഴിഞ്ഞ് 4 മണിയോടെ ഇവിടെ എത്തിക്കണം. ഓരോ കേസിലെയും ഇതുവരെയുള്ള എല്ലാ തെളിവുകളും കൂടെ കരുതണം. മേക്ക് ഓൾ അറേഞ്ച്മെൻറ്റ്സ്. അലോക് അത് പറഞ്ഞുകൊണ്ട് പതുക്കെ എഴുന്നേറ്റു. അടുത്ത ഒരു മരണം, അതും വിദൂരത്തല്ല. ആരും അറിയാതെ ഒരാൾ നിഴൽ പോലെ നമുക്ക് പിറകെയുണ്ട്. നനച്ചിരിക്കാത്ത സമയത്ത് അയാൾ കുരുക്കുമായി ഓരോരുത്തരുടെയും അരികിലേക്കെത്തുന്നു. അടുത്തത് ആരായിരിക്കും? അവിടെ കൂടിയിരുന്ന പെൺമക്കളുള്ള ഓരോ പോലീസ് ഓഫീസറുടെയും മനസ്സിൽ ആ ചോദ്യം മുഴങ്ങി. മക്കളില്ലാത്തവർ അന്ന് ആദ്യമായി ആ കാര്യമോർത്ത് ഉള്ളാലെ സന്തോഷിച്ചു. ചുറ്റുമുള്ള നിശബ്ദതയിലും ഭീതിയുടെ കരിനിഴലുകൾ വകഞ്ഞുമാറ്റി അവർ അടുത്ത നീക്കത്തിനായി കാത്തിരുന്നു. ഈ അദൃശ്യനായ കൊലയാളിക്ക് മുന്നിൽ നിയമം തോറ്റുപോവുകയാണോ? തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.